മറിമായം സീരിയലിലെ എനിക്കിഷ്ടമാണ്. ഞാൻ കാണാറുണ്ട്. നിയാസ് ബക്കർക്ക, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് എല്ലാവരും ചങ്കുകളാണ്. ഞാനൊരു വേഷം അതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആരോടും പറഞ്ഞില്ല എന്നുള്ളൂ പണ്ട്. അപ്പോൾ ഈ മറിമായ സീരിയലുകാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ചാനലുകാരെ കളിയാക്കുന്ന പരിപാടിയുണ്ട്. ഇവരില്ലെങ്കിൽ ആരും ഇല്ല. കാരണം ഇവരുണ്ടെങ്കിലാണ് നടന്മാരും നടിമാരും സാധാരണ ആളുകൾ വരുള്ളൂ, അല്ലേ? ഇവരൊരു വീഡിയോ കാണുമ്പോഴാണ് ഇപ്പോൾ ചിലവർക്ക്, ഞാൻ ഉദാഹരണം പറയാം, ഈ വേറെ കോമാളിത്തരം മാത്രമല്ല, നല്ല കാര്യങ്ങൾ ചാനലുകാരിടുമ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള കണ്ടന്റ് വരെ ഇടുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചാനലുകാർ പണക്കിയിട്ടുള്ള പരിപാടിയില്ലേ, അത് ഈ മറിമായക്കാർ ചെയ്യണ. ഈയിടെ കുറെ കണ്ടന്റുകൾ ചെയ്തു അവരെ കളിയാക്കിയിട്ടുള്ള. ഇവിടെ ബോട്ട് ചെട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങളുടെ വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് സപ്പോർട്ട് ചെയ്തത്? ബോട്ട് ചെട്ടി സിനിമ വന്നപ്പോൾ ഈ മീഡിയക്കാരാണ്. അതൊക്കെ മറന്നിട്ടാണ് നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നത്. അത് ഭയങ്കര ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ്. അതിനെ അഭിലാഷട്ടം പ്രതികരിക്കും, വേണമെങ്കിൽ നിരാഹാര സമരം വരെ നടത്തും. ഒരു ദിവസം ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ നിരാഹാര സമരം ചെയ്യും, അറിയോ? മറിമായ ടീമിനോടാണ് പറയണത്. ഒരു ദിവസം മാത്രം ആക്കണ്ട, ഒരു വർഷത്തേക്ക് നിരാഹാരം കാണും. അപ്പം ഈ ശല്യം തീർന്നു കിട്ടുമോ? എടോ, ഒന്നാമത് തന്നെ ഓൺലൈൻ ചാനൽ എന്നാ ഉണ്ടായേ? അവരുള്ളത് കൊണ്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ഓൺലൈൻ ചാനലല്ല. ഓൺലൈൻ അറിയുന്നതിന് മുമ്പ് ആൾക്കാരുടെ സിനിമാ താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഫേമസ് ആയതൊക്കെ സിനിമയിലെ മോഹൻലാൽ മമ്മൂട്ടി മറ്റു സിനിമാ താരങ്ങളൊക്കെ ഫേമസ് ആയത് ഈ ഓൺലൈൻ ചാനൽ വന്നതിന് ശേഷമാണ്. ഓൺലൈൻ ചാനൽ വന്നതിന് ശേഷമാണ് നിലനിൽക്കുന്നത് അവരൊക്കെ. ചില നടിമാരൊക്കെ വരുമ്പോൾ ചാടി മോട്ടറൊക്കെ ഇട്ടിക്കൊണ്ട് കയറി പ്രൈവസിയിലേക്ക് കയറി ഇടിക്കുക ഫോൺ പിടിച്ചോണ്ട്. അത് അവർക്ക് ഡിസ്റ്റർബൻറ്റാ. ഓൺലൈനിൽ അതൊരു ആക്ഷേപ ഹാസ്യ പരിപാടിയാണ്. അത് ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ തുറന്നു കാട്ടും. ഇത് നിങ്ങളുടെ 24 മണിക്കൂർ പിടിച്ചോണ്ട് നടക്കുന്ന ആ ചാനലിന് വേണ്ടിയല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്? അപ്പം എല്ലാവരെയും കൂടെ എടുക്കുന്ന എല്ലാ ചാനലിനും വേണ്ടിയല്ലേ സപ്പോർട്ട് ചെയ്യണേ? ആ ചാനലിന് വേണ്ടിയല്ലേ ഇപ്പോൾ സംസാരിച്ചത്? ഓൺലൈൻ ചാനലില്ലെങ്കിൽ ചെയ്യുന്നത് ഒരു ദിവസം നിരാഹാരം കിട്ടുന്നു, ഒരു വർഷമാക്കിക്കോ. അപ്പോൾ ശല്യം തീർന്ന് കിട്ടിക്കോളും. ഓരോന്നും പറഞ്ഞാൽ ഇറങ്ങിക്കോളും.